തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അവസാന മണിക്കൂറുകളിലേക്ക് എത്തുകയാണ്. കേരളമെമ്പാടും വലിയ ആവേശം. 20 മണ്ഡലങ്ങളിലും വലിയ ആവേശത്തോടെ ഓരോ മുന്നണികളും അവസാന വോട്ടുറപ്പിക്കാനുള്ള ഒരു പ്രചരണത്തിലാണ്. നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. കൊട്ടിക്കലാശം അവസാനിപ്പിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വീറും വാശിയും നിറഞ്ഞ ഒരു കൊട്ടിക്കലാശം. അത് 20 മണ്ഡലങ്ങളിലും കടുത്ത ത്രികോണ മത്സരത്തിൻ്റെ എല്ലാ വീറും വാശിയും നിറഞ്ഞ മത്സരങ്ങളാണ്. കേരളത്തിൻ്റെ ഒരു സമഗ്ര ചിത്രമാണ് ഈ ഒരു അരമണിക്കൂറിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുക. തത്സമയ റിപ്പോർട്ടുകളുമായി വിവിധ ബ്യൂറോയിൽ നിന്ന് നമ്മുടെ പ്രതികൾ തത്സമയം ഉണ്ടാകാം. നമുക്കെന്തായാലും ഏറ്റവും വലിയ മത്സരം നടക്കുന്ന തലസ്ഥാന നഗരിയിലേക്ക് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലേക്ക് പോകാം. എന്തായാലും ടിൻഡു ദാസ് അവിടെ നിന്നും തയ്യാറായിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ വിശേഷങ്ങളായിരിക്കും ടിൻഡു ദാസ് നമ്മോട് പങ്കുവെക്കുക. ഈ മണ്ഡലങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും, ആറ്റിങ്ങലും, കൊല്ലവും, പത്തനംതിട്ടയുമെല്ലാം. ഈ എല്ലാ ആളുകളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും ഇവിടെ നടക്കുക എന്ന പ്രതീക്ഷയാണ് എല്ലാ ആളുകൾക്കും ഉള്ളത്. ഈ ടിൻഡു, ഈ തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന്റെ എത്രത്തോളം ആവേശമുണ്ടായിരുന്നു എന്നതിനെപ്പറ്റി ചോദിക്കേണ്ടതില്ല. എങ്കിലും ഇതിനൊക്കെ ദൃക്സാക്ഷിയായി ആയ ഒരാളെന്ന നിലയിൽ ഏത് രീതിയിലായിരുന്നു 3 മുന്നണികളുടെ പ്രചാരണം പോയത്? എത്രത്തോളം പ്രതീക്ഷയിലും ആവേശത്തിലുമായിരുന്നു അവർ അവിടെ കൊട്ടിക്കലാശം നടത്തിയത്? തീർച്ചയായും എന്തായാലും ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനമാണ് ഇവിടെ നടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മത്സരങ്ങൾ, അതുപോലെ തന്നെ വലിയൊരു പോരാട്ടം, പ്രവചനങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു പോരാട്ടം ടിൻഡു ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പോരാട്ടം നടക്കുന്ന ഒരു മണ്ണാണ് തെക്കൻ കേരളത്തിലേത്. ടിൻഡു ദാസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ടിൻഡു, ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവചനത്തിന് അപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ മത്സരം. ഓരോ മണ്ഡലങ്ങളിലും പ്രവചനത്തിന് അപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്നു. കൊട്ടിക്കലാശം അവസാനിപ്പിച്ചു. അവസാനഘട്ട പ്രചരണ തന്ത്രങ്ങളുമായി മുന്നണികളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരത്തിന്റെ ആ ഒരു മേഖലയുടെ ഒരു സമഗ്ര ചിത്രം എങ്ങനെയാണ്? അരുൺ, തെക്കൻ കേരളത്തിൽ വലിയ രീതിയിലുള്ള ആവേശ പരിപാടികൾ തന്നെയായിരുന്നു സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരത്തും, ആറ്റിങ്ങലും, കൊല്ലത്തും, പത്തനംതിട്ടയിലും ആവേശോജ്വലമായിട്ടുള്ള പ്രകടനമായിരുന്നു കഴിഞ്ഞ ഒരുപക്ഷെ 6 മണി വരെയുള്ള സമയങ്ങളിൽ നമ്മൾ കണ്ടത്. നമുക്കറിയാം, തെക്കൻ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട സ്റ്റാർ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് തെക്കൻ കേരളം. അതായത് തിരുവനന്തപുരം മണ്ഡലവും ആറ്റിങ്ങൽ മണ്ഡലവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന 2 മണ്ഡലങ്ങൾ കൂടിയാണ് തിരുവനന്തപുരം, ആറ്റിങ്ങൽ. അതുപോലെയാണ് നമുക്ക് പറയാൻ സാധിക്കും പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അനിൽ കെ ആന്റണി ഒരു യുവ നേതാവ് BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അപ്പോൾ അവിടെയും ഏറ്റവും കൂടുതൽ ആവേശോജ്വലമായിട്ടുള്ള ഒരു പ്രകടനങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടത്. തെക്കൻ കേരളത്തിൽ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉണ്ടായെങ്കിലും അത് ഒരുപക്ഷെ ഈ ആവേശത്തെ ഒരു കെട്ടടക്കാവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആവേശത്തെ കാര്യമായി ബാധിക്കുന്ന രീതിയിലേക്ക് പോയില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസമായി ഈ തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ കനത്ത വേനൽ ചൂടിനെ അവഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ, 3 മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ അവർ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടായിരുന്നു ഒരുപക്ഷെ തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയ ചൂട് നീങ്ങിക്കൊണ്ടിരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കൊട്ടിക്കലാശത്തിൽ ചെറിയൊരു മഴ തെക്കൻ കേരളത്തിൽ ആശങ്ക ഉണ്ടാക്കിയതെങ്കിലും മഴയിലും ആവേശം ചോരാതെയായിരുന്നു പ്രവർത്തകർ ഒരുപക്ഷെ ഈ കൊട്ടിക്കലാശ വേദിയിലേക്ക് അല്ലെങ്കിൽ കൊട്ടിക്കലാശത്തിലേക്ക് പരിസമാപ്തിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിൽ അല്ലെങ്കിൽ പുതിയ രീതിയുടെ എല്ലാ തരത്തിലുള്ള ആഘോഷ പരിപാടികളും ഈ കൊട്ടിക്കലാശത്തിൽ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വലിയ രീതിയിലുള്ള വർണ്ണാഭമായത് ഒരുപക്ഷെ തിരുവനന്തപുരം മണ്ഡലത്തിലെ പേരൂർക്കടയിലെ കൊട്ടിക്കലാശം തന്നെയായിരുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഈ കഴിഞ്ഞ മാസങ്ങളിലായിട്ടൊക്കെ പ്രചാരണ പരിപാടികളിലായാലും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ രീതി തന്നെയായിരുന്നു ഇന്ന് പേരൂർക്കടയിലും രാജീവ് ചന്ദ്രശേഖരന്റെ കൊട്ടിക്കലാശ പരിപാടി വലിയ രീതിയിൽ പ്രവർത്തകരിൽ ആവേശമുണ്ടാക്കി. ഒരുപക്ഷെ ഈ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ടായിരിക്കണം ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ അല്ലെങ്കിൽ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാന നേതാക്കന്മാരൊക്കെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് പത്തനംതിട്ട ജില്ലയിലും അമ്പാൻ ജംഗ്ഷനിലും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ പ്രവർത്തകർ എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ, എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഈ പ്രചാരണ പരിപാടി അല്ലെങ്കിൽ കൊട്ടിക്കലാശ പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ ഒരുപക്ഷെ നല്ല രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തെക്കൻ കേരളത്തിൽ ഒരു കൊട്ടിക്കലാശം സമാപിച്ചു എന്ന് വേണം പറയാൻ. കൊല്ലം ജില്ലയിലും സമാനമായ രീതിയിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടി രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ
കുറേ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിന്നത് ഒരുപക്ഷെ കൊല്ലത്തും ഈ പത്തനംതിട്ടയിലൊക്കെയാണ്. പക്ഷെ അതൊന്നും ഒരുപക്ഷെ ഈ കലാശക്കൊട്ടിനെ ബാധിച്ചിട്ടില്ല. ഏറ്റവും എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നമുക്കറിയാം വി മുരളീധരൻ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ ഒരു സ്വാധീനം തന്നെ കലാശക്കൊട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചു. കച്ചേരി നട അക്ഷരാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം, അല്ലെങ്കിൽ വി മുരളീധരന് വേണ്ടി വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് അവിടെ എത്തിയത്. അതോടൊപ്പം തന്നെ വി മുരളീധരനൊപ്പം തോളോട് തോൾ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഈ വി ജോയും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ പരിപാടികൾ മണ്ഡലത്തിൽ നടത്തിയിട്ടില്ല എങ്കിലും പക്ഷെ ഒരുപക്ഷെ അവസാന ഘട്ടത്തെത്തിയപ്പോഴേക്കും ഒരു കൊട്ടിക്കലാശത്തിന് ആളുകളെ കൂട്ടാൻ സാധിച്ചു. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ശശി തരൂരിന് വേണ്ടി കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ എത്തിയെന്ന് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മാത്രമാണ്. ഉമ്മൻചാണ്ടിയുടെ മകൾ ഒരുപക്ഷെ നമുക്കൊരു രാഷ്ട്രീയ നേതാവായി പങ്കെടുപ്പിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഏറ്റവും പരിതാപകരമായി ഒരുപക്ഷെ നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പരിതാപകരമായി എടുത്തു പറയേണ്ട കാര്യം തിരുവനന്തപുരത്തെ ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ കാര്യമാണ്. നമുക്കറിയാം ജില്ലയിലെ CPM മന്ത്രിയാണ് ഒരുപക്ഷെ GR അനിൽ എന്ന് പറയുന്നത്. CPI മന്ത്രിയാണ് GR അനിൽ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം പോലും ഈ പന്ന്യൻ രവീന്ദ്രന്റെ ഈ കൊട്ടിക്കലാശ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയില്ല എന്ന് പറയുന്നതും നമുക്കത് ഈ ഒരു രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കേരളത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് മുൻ മന്ത്രി ഉണ്ടായിരുന്നു ആന്റണി രാജു, ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി CV ശിവൻകുട്ടി തുടങ്ങിയ നേതാക്കളൊന്നും ഒരുപക്ഷെ പന്ന്യൻ രവീന്ദ്രന്റെ കൊട്ടിക്കലാശ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് പറയുന്നത് ഒരു പോരായ്മ തന്നെയാണ്. നെയ്യാറ്റിൻകരയിലും പൂവച്ചലും കാട്ടാക്കടയിലും അതോടൊപ്പം തന്നെ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലും ഒക്കെ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ KSU പ്രവർത്തകർ നമുക്കൊരുപക്ഷെ KSU പ്രവർത്തകർ വലിയ രീതിയിലുള്ള അക്രമം കാണിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ആയുധങ്ങളുമായി പരിപാടിയിൽ അല്ലെങ്കിൽ കൊട്ടിക്കലാശ വേദിയിൽ എത്തിയെന്നാണ് മറ്റു ഇരു കക്ഷികളും ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ യാത്രക്കാരുള്ള KSRTC ബസിന് മുകളിൽ കയറിയും അക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട്. പൂവച്ചലും സമാനമായ രീതിയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. കരുനാഗപ്പള്ളിയിലും അതുപോലെ സമാനമായ രീതിയിൽ തന്നെ LDF UDF നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയ സമയത്ത് CR മഹേഷ് MLAക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയും ഈ കൊട്ടിക്കലാശത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലമായി തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും നടന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് ചൂട് ഒരു ചെറിയ മഴയോടുകൂടി കൊട്ടിക്കലാശം പര്യവസാനിച്ചിരിക്കുകയാണ്. ഇനി നാളെ നിശബ്ദ പ്രചരണമാണ്. കേരളം ഒരു വോട്ടെടുപ്പിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളോട് കൂടിയാണ് ഈ പ്രചാരണം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കൻ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട സ്റ്റാർ മണ്ഡലങ്ങൾ നമുക്കറിയാം. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും അതോടൊപ്പം തന്നെ സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരനും തെക്കൻ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മേഖല കൂടിയാണ് തെക്കൻ കേരളം. ആര് വാഴും ആര് വീഴുമെന്നൊക്കെ ഇനി അറിയാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ ഇന്ന് കൊട്ടിക്കലാശത്തോടു കൂടി അവസാനിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതൊക്കെയാണ് ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത്. അരുൺ. ടിൻഡു, അതോടൊപ്പം തന്നെ ഇനി രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു ഭരണ വിലയിരുത്തലാകുമെന്നുള്ള ഒരു വലിയ ജനങ്ങളുടെ ഇടയിൽ വലിയ വികാരങ്ങൾ നിലനിൽക്കുന്നു. പക്ഷേ അതിനോടൊക്കെ തന്നെ പ്രതികരിക്കാൻ ഈ ഇടതു മുന്നണി നേതാക്കളോ ഇടതു സർക്കാരിനെ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോ പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമാകാൻ UDF ഇവിടെ ആയിട്ടുണ്ടോ? അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ ഒരു ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ ആ കാര്യങ്ങളുടെ ഒരു വിവരങ്ങൾ കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദേശീയ രാഷ്ട്രീയം സജീവ ചർച്ചയാകുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളൊക്കെ തന്നെ ഇവിടെ ചർച്ചയാകുമ്പോഴും ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചോളമുള്ള ഈ രാഷ്ട്രീയ വിവാദങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകാനുള്ള സാധ്യതകൾ നിലവിലില്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരുപക്ഷെ ഭരണപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇടതു സർക്കാരിന്റെ ഭരണകോട്ടങ്ങളും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് ഈ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാൻ കഴിയാത്തതുമൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയായി മാറും. നമുക്കറിയാം ഒരുപക്ഷെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ പ്രധാനമായും മുന്നോട്ട് വെച്ച കാര്യം എന്ന് പറയുന്നത് സാമൂഹ്യക്ഷേമ പെൻഷനുകളായിരുന്നു. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എത്ര മാസമായി കൊടുത്തിട്ട് 7 മാസമായി ഈ പെൻഷനുകൾ വിതരണം ചെയ്തിട്ട് അതൊരു പക്ഷേ ഈ ഇലക്ഷനെ വലിയ
രീതിയിൽ കാര്യമായി ബാധിക്കാം. നമുക്കറിയാം കേരളത്തിന്റെ 10 ജില്ലകളെ സ്വാധീനിക്കുന്നത് തീരദേശ മേഖലയിലെ വോട്ടാണ്. അതിൽ തെക്കൻ ജില്ലയിൽ നിന്ന് പത്തനംതിട്ടയെ മാറ്റി നിർത്തുകയാണെങ്കിൽ കൊല്ലം, തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളെ പ്രധാനമായും സ്വാധീനിക്കുന്നത് തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളും തീരദേശ മേഖലയിലെ വോട്ടുമാണ്. ഈ തീരദേശ മേഖലയിൽ ഇടതു സർക്കാരിന് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ചു? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിഴിഞ്ഞം സമരം വന്നപ്പോൾ ഈ ഇടത് വലത് രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ ഈ UDF LDFിനെയും സഭ മാറ്റി നിർത്തിയതും അതോടൊപ്പം തന്നെ തീരദേശ ജനത മാറ്റി നിർത്തിയതും ഒരുപക്ഷെ തീരദേശത്തേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതൊരു ഭരണവിരുദ്ധ വികാരമാണ്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിന് അടിക്കടി ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ ഭരണ വീഴ്ചയിലൊന്നും വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ആ ഭരണത്തെ അല്ലെങ്കിൽ അത്തരം പ്രവർത്തികളെ പ്രതിരോധിക്കാനോ ഈ UDFിന് ആയിട്ടില്ല. അതും ഒരു പോരായ്മ തന്നെയാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ, V മുരളീധരൻ പോലുള്ള സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ അവരുടെ വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയെന്ന് തന്നെ പറയാം ഉറപ്പോടുകൂടി മുന്നോട്ട് വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പേ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ നേരിട്ടിറങ്ങി വിലയിരുത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് V മുരളീധരൻ. ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെയും പ്രശ്നങ്ങൾ ഒരുപോലെ വരുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ മണ്ഡലം. അവിടെ റെയിൽവേ ഒരു പ്രധാന പ്രശ്നമാണ്, കേരയിൽ ഒരു പ്രധാന പ്രശ്നമാണ്, തീരദേശ ജനതയുടെ ബുദ്ധിമുട്ടുകൾ പ്രധാന പ്രശ്നമാണ്, ഭവനം ഒരു പ്രധാന പ്രശ്നമാണ്. തെരഞ്ഞെടുപ്പ് ചിത്രമാണ് കിഴക്കൻ കേരളത്തിൽ നിന്നും ടിൻഡു ദാസ് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിശദമായ വിവരങ്ങളാണ് ടിൻഡു ദാസ് പങ്കുവെച്ചത്.